നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്നു തന്നെയുണ്ടാകുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിലുള്ളത് വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യം. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പൂർണ്ണാധികാരം റെഗുലേറ്ററി കമ്മീഷനെന്നും മന്ത്രി. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂരിൽ MDMAയുമായി 2 യുവാക്കളെയും അനധികൃത മദ്യവിൽപ്പന നടത്തിയ മുതുതല സ്വദേശിയും പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. മണ്ണൂരിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. അനിശ്ചിതത്വം നീങ്ങിയത് റോഡിൽ ചാലെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുടിവെള്ളം ലഭിക്കുക മേഖലയിലെ 6000-ഓളം കുടുംബങ്ങൾക്ക്. സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്നു തന്നെയുണ്ടാകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പൂർണ്ണാധികാരം റെഗുലേറ്ററി കമ്മീഷനാണെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പിക്കൊപ്പത്ത് വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പകല് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിൽ നിന്നതിലേക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകല് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ലേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. എല്ലാ നിത്യോപയോഗ സാധനത്തിനുള്ള വിലവർദ്ധന പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ വൈദ്യുതി ചാർജും കൂടി വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, 97 കോളനിയില് ഇനിയും ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല ആദിവാസികൾ. എത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? 76 കൊല്ലമായി അല്ലേ? അവർക്കൊക്കെ എത്തിക്കണ്ടേ? നമുക്ക് മാത്രം കിട്ടിയ പോരല്ല, അവർക്കൊക്കെ എത്തിക്കണം. 50 യൂണിറ്റ് വരെ താഴെയുള്ള ആൾക്ക് ഫ്രീ ആണ്, കർഷകർക്ക് ഫ്രീ ആണ്, സോളാർ വെച്ച് കൊടുക്കുന്നതൊക്കെ ഫ്രീ ആണ്. അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ലേശം സാമ്പത്തികമായി കഴിവുള്ളവർക്ക് ലേശം കൊടുക്കണ്ടേ, പിടിക്കണ്ടേ? തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിലായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ കുണ്ടൂർ ചുങ്കത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 42ഓളം പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് 80 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിലെത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ രീതി. വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, കുന്നംകുളം മേഖലകളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വടക്കാഞ്ചേരി CI റിജിൻ M. തോമസ്, ഗുരുവായൂർ CI പ്രേമാനന്ദകൃഷ്ണൻ, SIമാരായ അനുരാജ് പ്രദീപ്, ASI ജിജേഷ്, SCPO അരുൺ, ബാബു, ഹോംഗാർഡ് ഓമനക്കുട്ടൻ, സിറ്റി ഡാൻസ് ഓഫ് ടീം എന്നിവർ സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. രക്ഷപ്പെട്ട 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനധികൃത വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 2.5 ലിറ്റർ മദ്യവുമായി ഒരാൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. കൊടുമുണ്ട മുതുതല സ്വദേശി വേലായുധനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. SHO PK പത്മരാജൻ, SIമാരായ മണികണ്ഠൻ, സന്തോഷ്, ASI രംഗരാജൻ, SCPOമാരായ ബിജുമോൻ, ആന്റണി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന, ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വരും ദിവസങ്ങളിലും തുടർന്നും ശക്തമായ നടപടികളും പരിശോധനകളും ഉണ്ടാകുമെന്നും പട്ടാമ്പി SHO PK പത്മരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയുമായി 2 യുവാക്കൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. കാരക്കാട് വരമംഗലത്ത് വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഷാഫി, കൂരിയാട്ട് തൊടി വീട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും പിടിയിലായ ഇരുവരിൽ നിന്നും 5.6 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അരീക്കാട് സർക്കാർ LP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ സുമിയ KV വിഷയാവതരണം നടത്തി. അരീക്കാട് സർക്കാർ LP സ്കൂളിലെ ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിനും ഇന്നോക്കുലം കലർന്ന ചകിരിച്ചോറും നൽകി.
കൂടാതെ കുട്ടികളിൽ മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പെയിന്റിംഗ് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ബയോബിൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അരുൺ താഴത്ത് വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ കെ ശശി, വാർഡ് മെമ്പർമാരായ രാധ, അബ്ദുള്ളക്കുട്ടി, SSG ചെയർമാൻ സാമ്പൻ, കൃഷി വിജ്ഞാന കേന്ദ്രം പ്രൊഫസറായ ഡോക്ടർ എം ഇസ്രായേൽ തോമസ്, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ആലൂർ യുവജന വായനശാലയിൽ വെച്ച് ജൈവകൃഷി ആദായകരമാക്കാൻ കമ്പോസ്റ്റിംഗ് മാർഗങ്ങൾ എന്ന വിഷയത്തിൽ കർഷകർക്ക് ക്ലാസ് നൽകി. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കുഞ്ഞാപ്പു, സെക്രട്ടറി ജയപ്രകാശ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളും കണ്ണൂർ തിലാന്നൂർ LP സ്കൂളും സംയുക്തമായി ഡിസംബർ 4-5 തീയതികളിലായി സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്ന പഠന ക്യാമ്പിൽ കണ്ണൂരിൽ നിന്നും എത്തിയ 14 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ വളരെയേറെ സൗഹാർദ്ദപരമായിരുന്നു. വൈകുന്നേരം ഷൊർണൂർ കൂട്ടുകലാവേദി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ തുടികൊട്ട് നാടൻപാട്ട് ശില്പശാല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടുതൽ ആകർഷിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന്റെയും നെല്ലറകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാടിന്റെയും അതിർത്തി പങ്കിടുന്ന കേരള കലാമണ്ഡലം സന്ദർശനം കണ്ണൂരിൽ നിന്നെത്തിയ കുരുന്നു വിദ്യാർത്ഥികൾക്ക് കലാസംസ്കാരത്തെ തൊട്ടുണർത്തുന്നതായിരുന്നു. വിവിധ ജില്ലകളും സംസ്കാരങ്ങളും ഭാഷകളും സമ്മേളിക്കുന്ന മേളിതം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പ് ഏറെ വൈവിധ്യം നിറഞ്ഞതും ഹൃദയത്തെ തൊട്ടുണർത്തുന്നതുമായിരുന്നെന്ന് തിലാന്നൂർ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അനിശ്ചിതത്വത്തിലായിരുന്ന മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. റോഡ് കീറാനായി പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികളാണ് പുനരാരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പിലേക്ക് തുക കെട്ടിവെക്കാത്തതിനാൽ ജൽജീവൻ മിഷന്റെ പ്രവൃത്തികൾ മാസങ്ങളായി നിലച്ചിരുന്നു. നിലവിൽ 4, 5, 6, 7 വാർഡുകളിലേക്ക് ഭാഗികമായിട്ടാണ് ജലവിതരണം നടക്കുന്നത്. പഞ്ചായത്തിലെ ബാക്കി 10 വാർഡുകളിലേക്ക് ജലവിതരണം നടത്തണമെങ്കിൽ പത്രിപ്പാല കോങ്ങാട് പൊതുമരാമത്ത് റോഡ് കീറി മുറിക്കണമായിരുന്നു. പണം കെട്ടിവെക്കാത്തതിനാൽ മാസങ്ങളായി പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ചിരുന്നു. എന്നാൽ 2 ആഴ്ച മുൻപാണ് റോഡ് കീറാനായി പണം കെട്ടിവെച്ചത്. ഇതേ തുടർന്നാണ് റോഡ് മുറിച്ച് പ്രവൃത്തികൾ തുടങ്ങിയത്. മണ്ണൂർ പള്ളിപ്പടിയിൽ നിന്നാണ് റോഡിന്റെ വശങ്ങൾ കീറി വലിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. നിലവിൽ പത്രിപ്പാല കോങ്ങാട് റോഡിൽ മാത്രമാണ് പൈപ്പുകൾ സ്ഥാപിക്കാനുള്ളത്. മറ്റെല്ലാ ഭാഗങ്ങളിലും പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തികൾ ഊർജിതമാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെടുത്താതെയാണ് JCB ഉപയോഗിച്ച് പ്രവൃത്തികൾ നടക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 6000-ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുക. നബാർഡിന്റെ സഹായത്തോടെ 25,40 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതിക്കായി ഞാവലിൻ കടവിൽ പമ്പ് ഹൗസ്, പെരടിക്കുന്നിൽ ഫിൽട്ടർ ടാങ്ക്, മണ്ണൂർ താഴത്തെ വീട്ടിൽ കൂറ്റൻ ജലസംഭരണ ടാങ്ക് എന്നിവയെല്ലാം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പൈപ്പ് പ്രവൃത്തികൾ നടക്കുന്ന മുറയ്ക്ക് വെള്ളത്തിന്റെ കണക്ഷൻ നൽകുന്ന ജോലിയും ഇതോടൊപ്പം നടക്കും. മാർച്ച് 31 മുൻപ് കണക്ഷൻ നൽകി കുടിവെള്ള വിതരണം നടത്താനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത STVയോട് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റിക്ക് ഏകദേശം 4 കോടി രൂപയോളം കെട്ടിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ കട്ടിങ് പ്രവർത്തനം കഴിയുന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ 14 വാർഡുകളിലേക്കും വെള്ളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ തുടർന്ന് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. എന്തായാലും മാർച്ച് മാസം 31-നുള്ളിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ താല്പര്യം. എന്തായാലും അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും വാട്ടർ അതോറിറ്റിയോടും അതുപോലെ തന്നെ ഗവൺമെന്റിനോടും കൃത്യമായി ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ട എല്ലാ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കരാറെടുത്ത ആളുകളോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ആർബിറ്റർ AP വേണുഗോപാൽ മത്സരം നിയന്ത്രിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ കോർഡിനേറ്റർ K അക്ബർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, നഗരസഭാ പരിധിയിലെ ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ചെസ് മത്സരത്തിൽ റയാൻ മുഹമ്മദ് 1ാം സ്ഥാനവും മൻസൂർ അലി ബാബാസ് 2ാം സ്ഥാനവും ഹാഫീസ് മുഹമ്മദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചടങ്ങിൽ ജേതാക്കൾക്ക് വൈസ് ചെയർമാൻ TP ഷാജി ട്രോഫി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും മണ്ണൂർ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ അധ്യക്ഷയായി. വ്യവസായ വികസന ഓഫീസർ P മനോജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, B സരിത, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം PC സുമ സ്വാഗതവും ശില്പ കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ അധിക ബാച്ച് അനുവദിച്ച് പട്ടാമ്പി RTO ഓഫീസ്. ഒക്ടോബർ മാസത്തിലെ 12 അധിക ബാച്ചിലൂടെ 480 അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകും. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് മേഖലയിൽ ഉണ്ടാകുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസത്തിൽ അധിക ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നത്. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം ആവശ്യമുന്നയിക്കുകയും ഉദ്യോഗസ്ഥരുമായും സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അധിക ടെസ്റ്റ് നടത്താൻ തീരുമാനമായത്. നിലവിൽ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന അപേക്ഷകർക്കും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഇത് വലിയ ആശ്വാസമാകും. ഒക്ടോബർ മാസത്തിൽ എല്ലാ ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിൽ അഡീഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. 12 അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് മൂലം 480 അപേക്ഷകർക്ക് കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ AUPSലെ 40ഓളം വിദ്യാർത്ഥികൾക്കുള്ള ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് പത്രിപ്പാല NMC ആശുപത്രി ടർഫിൽ തുടക്കമായി. പത്രിപ്പാല NMC ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന പരിശീലന ക്യാമ്പ് പറളി ഹൈസ്കൂളിലെ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ PG മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ അധ്യാപകർക്കുള്ളത് അവരിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത് പറളി പോലെ ആയാൽ പോലെ അതിനേക്കാളും വലിയ നിലയിലേക്ക് നമ്മുടെ സ്കൂൾ ഉയരട്ടെ. കാരണം അത്രമാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരുപറ്റം അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ ഓണർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന വന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളാണ്. അവർക്ക് നല്ലൊരു സ്പൈക്സ് വാങ്ങിക്കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നുപോയത്. അവരൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ രംഗത്ത് അതിനോട് താല്പര്യമുള്ളവരും ആ കുട്ടികളുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അവൻ്റെ പരിധി നിന്നുകൊണ്ട് അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ മികച്ച ഫുട്ബോൾ താരങ്ങളാക്കി വളർത്തിയെടുക്കുക ലക്ഷ്യമിട്ടാണ് പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത്. പത്രിപ്പാല NMC ആശുപത്രിയിലെ ടർഫിൽ വെച്ചാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രിപ്പാല NMC ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ പ്രധാനാധ്യാപിക TA ഷെരീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് മാസ്റ്റർ, ആശുപത്രി ജനറൽ മാനേജർ മാധവൻകുട്ടി, മാനേജർ സതീഷ് പുഴിക്കുന്ന്, ചിന്നൻ നരിക്കോട്, മുരളി നരിക്കോട് എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ മനോജ് മാഷിനെ സ്കൂൾ പ്രധാനാധ്യാപികയും അധ്യാപകരും ചേർന്ന് ഉപഹാരം നൽകി സ്വീകരിച്ചു. അധ്യാപകരായ മുഹമ്മദ് ഷിഹാബുദ്ദീൻ, അമൽ ശങ്കർ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. കോച്ച് മുഹമ്മദ് നിസാറാണ് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മാങ്കുർശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 5 മുതൽ 12 വരെയാണ് സപ്താഹം നടക്കുക. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വ്യാഴാഴ്ച വൈകിട്ട് യജ്ഞമണ്ഡപത്തിൽ നിന്നും തിരിയും താലവുമേന്തിയ 100 കണക്കിന് ഭക്തരുടെ അകമ്പടിയോടെയാണ് ആചാര്യന്മാരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചത്. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി
നീലമന പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തിന് തുടക്കം കുറിച്ചു. നമ്മുടെ ഈ മഹാത്മ്യത്തിൽ കേൾക്കും സുരാണാമപി ദുർലഭ, ദേവന്മാർക്ക് പോലും അതിദുർലഭമാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരുന്നതല്ല. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ വാക്കുകളിലൂടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നമുക്ക് പറയാനും സാധിക്കും. മറ്റൊന്നല്ല, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന ഒരൊറ്റ വരിയിലൂടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പൂർണ്ണമായി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വൈകിട്ട് രാജൻ വാര്യരും സംഘവും അവതരിപ്പിച്ച കഥകളി പദം കച്ചേരി ഉണ്ടായി. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് തിരുവാതിരക്കളി അരങ്ങേറും. ശനിയാഴ്ച നൃത്തസന്ധ്യയും ഞായറാഴ്ച അഷ്ടപതി നൃത്തങ്ങൾ എന്നിവയും നടക്കും. തിങ്കളാഴ്ച മാങ്കുറിശ്ശി അരവിന്ദാക്ഷനും വിഷ്ണു അരവിന്ദും ചേർന്ന് അവതരിപ്പിക്കുന്ന ഭക്തിഗാന മഞ്ജരിയും അരങ്ങേറും. ചൊവ്വാഴ്ച തേനൂർ ശ്രീരാഗത്തിന്റെ നൃത്തനൃത്യങ്ങൾ, ബുധനാഴ്ച തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗദിഗംബരി നൃത്തനാടകം, വ്യാഴാഴ്ച കഥകളി എന്നിവയും ഉണ്ടാകും. വെള്ളിയാഴ്ച നടക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തോടെയാണ് സമാപനമാകുക. സമാപന ദിവസം കാഴ്ചശീവേലിയും കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും ഓട്ടൻതുള്ളലും അരങ്ങേറും. രാത്രി 9 മണി മുതൽ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പകയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്നു തന്നെയുണ്ടാകുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിലവിലുള്ളത് വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യം. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പൂർണ്ണാധികാരം റെഗുലേറ്ററി കമ്മീഷനെന്നും മന്ത്രി. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂരിൽ MDMAയുമായി 2 യുവാക്കളെയും അനധികൃത മദ്യവിൽപ്പന നടത്തിയ മുതുതല സ്വദേശിയും പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. മണ്ണൂരിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. അനിശ്ചിതത്വം നീങ്ങിയത് റോഡിൽ ചാലെടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുടിവെള്ളം ലഭിക്കുക മേഖലയിലെ 6000-ഓളം കുടുംബങ്ങൾക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.